ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് മലയാളി പാസ്റ്ററിനും കുടുംബത്തിനും നേരെ ആക്രമണമുണ്ടായതായി പരാതി. കവർധ ഹോളി കിങ്ഡം സ്കൂൾ മാനേജർ ജോസ് തോമസിനും കുടുംബത്തിനും നേരെയാണ് ആക്രമണമുണ്ടായത്. ഇതേക്കുറിച്ച് പരാതി നൽകിയെങ്കിലും സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നും ഇപ്പോഴും ഭീതിയിലാണ് കഴിഞ്ഞുകൂടുന്നതെന്നും കുടുംബം പറയുന്നു. മെയ് 18-ന് പള്ളിയിലെ ആരാധനയ്ക്കിടെ VHP ബജ്രംഗ് ദൾ പ്രവർത്തകർ അതിക്രമിച്ചു കയറി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടുവെന്നാണ് പരാതി. പ്രാദേശിക BJP നേതാവുമായുള്ള സ്കൂൾ ഫീസ് തർക്കത്തെ തുടർന്നാണ് ഈ നീക്കമെന്ന് കുടുംബം ആരോപിക്കുന്നു. നേതാവിന്റെ കുടുംബാംഗങ്ങളുടെ 2 വർഷത്തെ സ്കൂൾ ഫീസ് കുടിശ്ശിക എഴുതിത്തള്ളുക എന്നതാണ് അക്രമികളുടെ ആവശ്യമെന്നും കുടുംബം പറയുന്നു. विश्व हिंदू परिषद और बजरंग दल के कुछ जो कार्यकर्ता हैं उनके द्वारा शिकायत की गई कि आदर्श नगर परिसर में जो परिसर में हम कहाँ खड़े हैं, यहाँ पे एक सभा आयोजित की जा रही है, आराधना कराई जा रही है और लोगों को गलत तरीके से यहाँ पे धर्मांतरण कराया जा रहा है। उनकी शिकायत पर यहाँ पे पुलिस मौके पे आई और अभी यहाँ पे मौके पे जांच चल रही है कि यहाँ एक्चुअल में क्या हो रहा था। अब 20-25 लोग थे यहाँ पे उपस्थित थे जो यहाँ आराधना के लिए आए हुए थे, तो उनसे अभी पूछताछ की जा रही है और जैसे भी तथ्य सामने आएंगे उस हिसाब से कार्रवाई की जाएगी. ദേവാലയത്തിൽ ആരാധനയ്ക്കെത്തിയവരെ മുഴുവൻ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്തതായും പരാതിയുണ്ട്. അറസ്റ്റ് ചെയ്തവരെ മുഴുവൻ മതപരിവർത്തനം നടന്നു എന്ന് മൊഴി നൽകാൻ നിർബന്ധിച്ചെന്നും ജോസ് തോമസ് പറയുന്നു. സ്കൂൾ അടച്ചുപൂട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട്. പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടതായും അന്വേഷണം നടന്നുവരുന്നതായും പോലീസ് അറിയിച്ചു. ആക്രമണത്തെ തുടർന്ന് വിളിച്ചു വരുത്തിയ ജോസ് തോമസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ കോടതി ജാമ്യം അനുവദിച്ചു. ഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ജോസ് തോമസും കുടുംബവും ഒളിവ് ജീവിതം നയിക്കുകയാണ്. ഇപ്പോൾ വീട്ടിലും സ്കൂളിലും ആൾക്കൂട്ട ആക്രമണം ഭയന്ന് ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും കുടുംബം പരാതിപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. സ്പേസ് എക്സ് സ്റ്റാർഷിപ്പിന്റെ 9ാം പരീക്ഷണ പറക്കൽ ഭാഗികമായി വിജയിച്ചു. മുൻ ദൗത്യത്തേക്കാൾ കൂടുതൽ ദൂരം പിന്നിടാൻ കഴിഞ്ഞെങ്കിലും പേടകം നിയന്ത്രിതമായി തിരികെ ഇറക്കാനാവാത്തത് തിരിച്ചടിയായി. സ്റ്റാർഷിപ്പിന്റെ പേലോഡ് വാതിൽ തുറക്കാത്തതിനാൽ ഡമ്മി ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനും കഴിഞ്ഞില്ല.